വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ക്യാരറ്റും ഡേറ്റ്സും ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ള ഒരു ക്യാരറ്റ് ഡേറ്റ്സ് കേക്കാണ്. ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊരു കട്ടിയുള്ള പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. ഇതുപോലെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഈവണായിട്ട് നല്ല ബ്രൗൺ കളറായിട്ട് വരണം. ഇതിൽ വേറെ ഒന്നും ഇപ്പോൾ ചേർക്കേണ്ട, വെറും പഞ്ചസാര മാത്രം വെച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞാൽ ബ്രൗൺ എന്നുള്ളത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ആയിട്ടുള്ള ഇതുപോലെയുള്ള ക്യാരമലായിട്ട് വരും. എന്നിട്ടും നിങ്ങൾ കുറച്ച് നേരം കൂടെ, അധികമൊന്നും വേണ്ട കേട്ടോ, 1-2 മിനിറ്റും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് പതയായിട്ട് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ പത വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. സാധാ പച്ചവെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത്. ഒഴിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ചൂടുള്ള ക്യാരമലിലേക്കാണ് നിങ്ങൾ ഒഴിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് പുറത്തേക്കൊക്കെ ഇങ്ങനെ തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് കുറച്ച് വിട്ട് നിന്നിട്ട് ഒഴിക്കുക. കയ്യിലേക്കൊന്നും ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം 1/4 കപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഏതെങ്കിലും കട്ടയോ അങ്ങനെ എന്തെങ്കിലും അലിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഇത് നല്ല കാരമൽ പോലെ തന്നെ സിറപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ചൂട് കളയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ക്യാരറ്റാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. വലിപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കാം. ഇത് ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. വലിയ ഹോളിലാണ് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഞാൻ ഈ ക്യാരറ്റ് മുഴുവനായിട്ട് ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നമ്മൾ കുക്കൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. പക്ഷേ ഇടുന്ന സമയത്ത് സ്ക്യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഒഴിവാക്കിയിട്ട് വേണം ഇടാനായിട്ട്. ഞാൻ 4 വലിയ ഡേറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് ആൽമണ്ട്സും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ഒന്ന് ചെറുതാക്കിയിട്ട് നുറുക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കാം. ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് മൈദയിൽ കോട്ട് ചെയ്തിട്ടെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിലിട്ട് കഴിഞ്ഞാൽ ഇത് അടിയിൽ പോയിട്ട് കിടക്കും. അപ്പോൾ അടിയിൽ മാത്രമേ നമുക്കിത് ഉണ്ടാവുള്ളൂ. ഈവണായിട്ട് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഒരു ബൗളിൽ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട എടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണ്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് ഓയിലും ഒഴിക്കുന്നുണ്ട്. സാധാ വെജിറ്റബിൾ ഓയിലാണ്. 1/2 ടീസ്പൂൺ വാനില എസൻസും പിന്നെ 1/2 കപ്പ് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ക്യാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂട് തടഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഒഴിക്കാൻ പാടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 1/2 കപ്പ് കറക്റ്റ് കണക്കാക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒരു വയർ വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര അലിയുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് അരിപ്പയിലൂടെ 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, പിന്നെ 2 നുള്ള് ഉപ്പ്, അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് സ്പൈസസും കൂടെ ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. 1/2 ടീസ്പൂണ് സിനമൺ പൗഡർ, നമ്മുടെ പട്ട പൊടിച്ചതാണ്. അതുപോലെ 1/2 ടീസ്പൂണ് ഡ്രൈ ജിഞ്ചർ പൗഡർ, അതായത് ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 നുള്ള് ജാതിക്ക പൊടിച്ചത്, നട്ട്മെഗില്ലേ, അതാണ്, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. പിന്നെ ഓപ്ഷണലായിട്ട് നിങ്ങൾക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ജസ്റ്റ് ഒരു കളറ് ഒന്ന് റിച്ച് ആവാനും ഡാർക്ക് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതൊന്ന് അരിപ്പിലൂടെ അരിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. നേരത്തെ ഞാൻ ഉപയോഗിച്ച വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇപ്പോഴും ഞാൻ മിക്സ് ചെയ്യുന്നത്. ഒരുപാട് ഇങ്ങനെ കനത്തിലൊന്ന് ബീറ്റാക്കിയിട്ടൊന്നും എടുക്കരുത്. ഇതിനകത്ത് എയർ ഒന്നും കൂടുതലായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇടുന്ന സമയത്ത് ഒന്ന് ഇതുപോലെ കൈകൊണ്ട് പ്രസ് ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. അതായത് അതിൻ്റെ അകത്ത് എക്സ്ട്രാ ഉള്ള നീരൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് സ്ക്യൂസ് ചെയ്തിട്ട് പൂക്കുക. എന്നിട്ട് വേണം ഇട്ട് കൊടുക്കാനും. ഇല്ലാന്നുണ്ടെങ്കിൽ ക്യാരറ്റ് നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിന് ആ ഒരു പച്ചച്ചോ ഉണ്ടാവും. അപ്പം ആ ഒരു വെള്ളം ഉള്ളത് കാരണം അത് പ്രോപ്പറായിട്ട് കുക്കായിട്ടും കിട്ടില്ല. അപ്പം ഇതുപോലെ ഒന്ന് ഞെക്കിയിട്ട് ഇതിൻ്റെ അകത്ത് നീര് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മൈദ കോട്ട് ചെയ്തിട്ടുള്ള ഡേറ്റ്സും ആൽമണ്ട്സും കൂടെ ഇട്ട് കൊടുക്കുക. ആൽമണ്ട്സ് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് കാഷ്യൂ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. വാൾനട്ട് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. എന്തായാലും കുഴപ്പമില്ല. അതിനുശേഷം ഇതുപോലെ ഒരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം. ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 8 ഇഞ്ചിൻ്റെ ലോഫ് പാനാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഒരു ടീ കേക്ക് ആയതുകൊണ്ട് തന്നെ ബാറ്റർ അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഉണ്ടാവുക.
അങ്ങനെ ലൂസായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കില്ല. ഈ സമയത്ത് ഞാൻ എൻ്റെ ഓവൺ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ. ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്തിട്ടെടുക്കാം. 40 to 45 മിനിറ്റ്സാണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം വരുന്നത്. ഓരോ ഓവണിലും ഡിഫറൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് കറക്റ്റാക്കിയിട്ട് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഒരു ടൂത്ത് പിക്ക് എടുത്ത് കുത്തി വയ്ക്കിയാൽ സെൻറ്ററിൽ ക്ലീൻ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ബേക്കായി എന്നാണ്. ഇപ്പോൾ അതാ എൻ്റെ ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒന്ന് ചൂട് കളഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു കട്ടിംഗ് ബോർഡിലേക്കോ വൈഡ് റാക്കിലേക്കോ മറിച്ചിടാം. എന്നിട്ട് ഈ ബട്ടർ പേപ്പർ എടുത്ത് കളയാം. കേക്ക് നന്നായിട്ട് ചൂട് കളഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്യാനായിട്ട് ഒരു ബ്രെഡ് നൈഫോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴേ നിങ്ങൾക്കത് മുറിഞ്ഞും പൊടിഞ്ഞൊന്നും പോകാതെ കിട്ടുള്ളൂ. നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള കേക്കാണ്. മുകൾ ഭാഗം കുറച്ചൊരു ഇങ്ങനെ ക്രസ്റ്റി ആയിട്ട് ഹാർഡായിട്ടിരിക്കും. പക്ഷേ ബാക്കി എല്ലാ ഭാഗം നല്ല സോഫ്റ്റും സ്പഞ്ചി ആയിട്ടുള്ള നല്ല അടിപൊളി കേക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഇത് ചൂട് കളഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് താഴെ പറയുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.